ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് ക്ലാസ്സേ കാണുള്ളൂ. മെയിൻലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ദേവസ്വം LDC കഴിഞ്ഞു. ആസ് യൂഷ്വൽ നമ്മുടെ യൂട്യൂബിലെ സാറുമാരൊക്കെ യൂട്യൂബിലെ ഷോർട്സും അതേപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോ ക്ലാസ് നമ്മുടെ എക്സാം അനാലിസിസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, നമ്മൾ പഠിപ്പിച്ചതാണ് എല്ലാം വന്നത്. ഓക്കെ, നിങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ് എല്ലാം വന്നത്, ഇല്ല എന്ന് പറയുന്നില്ല. ഇന്നലത്തെ എക്സാം കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. വേറൊന്നുമല്ല, ഒരു സാധാരണ യൂട്യൂബ് കണ്ട് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന ആൾക്ക് കിട്ടുന്ന അതേ മാർക്ക് തന്നെയാണ് ഇന്നലെ നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സിന് പോയ ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫയർമാൻ എഴുതിയ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരും ഒന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിന് പോയിട്ടുണ്ടോ എങ്കിൽ ക്ലാസ്സിന് പോയി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ നമ്മുടെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഞാൻ നോക്കി. അതിലും എന്താണ്, നമ്മൾ നോർമലി ഒരു ജസ്റ്റ് ഒരു ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ വായിച്ചുകൊണ്ട് പോകുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇന്നലെ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ കണ്ടത്. അപ്പോൾ എക്സാം കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞ് കുറേ പേരങ്ങ് വാദവലത സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പിന്നെയും അതിനിടയ്ക്ക് പറയുന്നതാണ് എന്താണ്, നമ്മൾ പഠിപ്പിച്ചതാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവരെങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചവർ വിലയിരുത്തുക, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നോർമലി നിങ്ങൾക്ക് ഈ യൂട്യൂബ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ഇമോഷണൽ പ്ലേ ആണ് എന്ന് പറയുമ്പോൾ, ഒരു എക്സാം വരുന്നതിന് മുമ്പേ നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പോൾ ആ എക്സാം നാളെ വരും, മറ്റന്നാൾ വരും, അതിൻ്റെ തലേദിവസം വരും, പിറ്റേന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാമല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതിൻ്റെ പുറകെ പോവാതിരിക്കുക. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ക്ലാസ്സുകളിൽ ഓവറായിട്ട് ചാടി വീഴാതിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നലെ എല്ലാവരും അവർ പഠിച്ചതാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെയാണ്. നമ്മൾ ഇനി അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ക്വസ്റ്റ്യൻ എന്താണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനിയും വരുന്ന ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷയിൽ നമ്മളെ കുറേ എക്സാം ഇനിയുണ്ടല്ലോ, ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഓരോ പാർട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് എക്സാം ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നല്ല, പക്ഷേ ഇന്ന് വരെയുള്ള നമ്മുടെ ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന ചോദ്യങ്ങളും ഏകദേശം അതേപോലെ ആയിരിക്കുമെന്നാണ് ഒരു വിശ്വാസം. ആർക്കും അങ്ങനെ നമ്മുടെ കട്ട് ഓഫ് ഒന്നും തന്നെ പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 എണ്ണം നമ്മൾ എടുക്കുമ്പോൾ അതിൽ അകത്തുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ഭാഗ്യമായിട്ടൊക്കെ വരുമല്ലോ. അങ്ങനെയാണ് നോർമലി വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ ഒരു PSC അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം പരീക്ഷ എടുക്കുമ്പോൾ അതിൽ ഏകദേശം എന്തായാലും നമുക്ക് നോബൽ സമ്മാനം ചോദിക്കും. അതില്ലാത്ത പരീക്ഷയില്ല. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തായാലും ചോദ്യങ്ങൾ വരും, അറിയാമല്ലോ. പിന്നെ മലയാളം ഇംഗ്ലീഷിൽ നിന്ന് ഏകദേശം എന്തായാലും ചോദ്യം വരും. ഇത് ഒരു സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിക്ക് ചെയ്തെടുത്താൽ തന്നെ നിങ്ങൾക്കത് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യം എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് സമയത്ത് ഒരു മാരത്തോൺ പോലെ അങ്ങ് ചെയ്യും. അപ്പോൾ പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞതെല്ലാം വന്നിട്ടുണ്ട്, ഇത് നോർമലി എന്ന് കേൾക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കട്ട് ഓഫ്. അതിനെക്കുറിച്ചും കൂടെ പറയട്ടെ. അപ്പോൾ ഇത്ര വരെ കട്ട് ഓഫ് വരുള്ളൂ, ഇത് മാത്രമേ ചോദിക്കുകയുള്ളൂ, കണ്ടില്ലേ നമ്മൾ പറഞ്ഞതൊക്കെ വരുള്ളൂ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ആരാണെന്നും പറയില്ല, അറിയാമല്ലോ. യൂട്യൂബിൽ നോക്കുമ്പോൾ ഏകദേശം ഇത് തന്നെയാണ്, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ പഠിപ്പിച്ച വന്നു, അവർ പഠിപ്പിച്ച വന്നു. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നവർ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് കൊള്ളാം, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത പോയിൻ്റാണ്. ഇത്രയേ ഉള്ളൂ, ഇത്രേ പറയാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ എന്തു ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം പഠിക്കുക. ചുമ്മാ ഓരോ വീഡിയോസ് കണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോസ് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. കുറേ ഇത്രയും സമയം കൊണ്ട് ആലോചിച്ചില്ല എന്താണ് പറയുന്നത്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഏത് വീഡിയോ, ഇപ്പം നമ്മുടെ ഈ പ്ലൂട്ടോ PSCയിൽ ഇടുന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കാണുക. കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ക്ലാസ് ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഒരു 2-3 പ്രാവശ്യം കണ്ടു വെക്കുക. അല്ലെങ്കിൽ മനസ്സിലായില്ല എങ്കിൽ എന്ത് ചെയ്യുക, ആ ചാനലിലുള്ള വീഡിയോസ് ഒന്നും കാണാതിരിക്കുക. മനസ്സിലായല്ലോ. പിന്നെ എന്തെങ്കിലും നമ്മുടെ ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഇൻഫോർമേഷൻ വരുന്നെങ്കിൽ മാത്രം കാണുക. ചുമ്മാ എന്തെങ്കിലും കണ്ടിട്ട് ടൈം കളഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ടൈമാണ് പോകുന്നത്. യൂട്യൂബ് വീഡിയോ ഇടുന്നവർക്ക് എന്താണ്, അവർക്ക് മെയിനായിട്ട് അവരുടെ വ്യൂ കൂടുക. നമ്മുടെ തംബ്നെയിലൊക്കെ ഉണ്ടല്ലോ, തംബ്നെയിലിൽ ക്ലിക്ക് ബൈറ്റ് വെച്ചിട്ട് അവർക്ക് വ്യൂ കൂടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ നിങ്ങൾ സമയം കളയാതെ ഇരിക്കുക, മാക്സിമം പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും പറയാനുള്ളായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ
ക്ലാസ് നമുക്കിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ LDC കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് പരീക്ഷയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നമ്മൾ ഓവറായിട്ട് നമ്മളങ്ങ് ഇൻസൈഡ് കയറി പഠിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൂർച്ച കൂട്ടി പോവുക. നമ്മുടെ LDC പരീക്ഷയിൽ ചോദിച്ച നമ്മുടെ ദേവസ്വം LDCയിൽ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. ആ സിമ്പിൾ ചോദ്യങ്ങളിൽ തന്നെ കുറേയേറെ നമുക്ക് അതാണോ ഇതാണോ അതല്ലേ എന്നൊക്കെ നമുക്കൊരു സംശയം വരും. സ്വാഭാവികമാണ്, അതങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ്, പഞ്ചോപചാര പൂജയിൽ ഭൂമിയുടെ പ്രതീകമായി സമർപ്പിക്കുന്നത് എന്താണ്? പഞ്ചോപചാര പൂജയിൽ ഭൂമിയുടെ പ്രതീകമായിട്ട് സമർപ്പിക്കുന്നത് എന്താണ്? അത് ചന്ദനമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചോപചാര പൂജയിൽ ഭൂമിയുടെ പ്രതീകമായി സമർപ്പിക്കുന്ന എന്താണ്? അത് ചന്ദനമാണ്. പൂജയിൽ ജലത്തിൻ്റെ പ്രതീകമായി സമർപ്പിക്കുന്നത് പൂജയിൽ ജലത്തിൻ്റെ പ്രതീകമായി സമർപ്പിക്കുന്നത് എന്താണ്? അത് നിവേദ്യമാണ്. പൂജയിൽ ജലത്തിൻ്റെ പ്രതീകമായി സമർപ്പിക്കുന്ന എന്താണ്? അത് നിവേദ്യമാണ്. പൂജയിൽ പഞ്ചഭൂതാത്മകമായ അഗ്നിയുടെ പ്രതീകമായി സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പൂജയിൽ പഞ്ചഭൂതാത്മകമായ അഗ്നിയുടെ പ്രതീകമായിട്ട് സമർപ്പിക്കുന്ന എന്താണ്ടാ? അത് ദീപമാണ്. എന്താണ്? ദീപം. നമ്മുടെ പൂജയിൽ വായുഭൂതത്തിൻ്റെ പ്രതീകമായി, പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ പ്രതീകമായിട്ട് സമർപ്പിക്കുന്ന എന്താണ്? അത് ധൂപമാണ്. അപ്പോൾ നമ്മുടെ പൂജയിൽ വായു, അതായത് പഞ്ചഭൂതത്തിൻ്റെ പ്രതീകമായിട്ട് വായുവിനെ ആ ഒരു പ്രതീകമായിട്ട് സമർപ്പിക്കുന്ന എന്താണ്? അത് ധൂപമാണ്. സന്ധ്യാസമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണർവ് നൽകുന്ന ക്ഷേത്ര ചടങ്ങ്. നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണർവ് നൽകുന്ന ക്ഷേത്ര ചടങ്ങ് ഏതാണ്? അത് ദീപാരാധനയാണ്. അപ്പോൾ സന്ധ്യാസമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണർവ് നൽകുന്ന ക്ഷേത്ര ചടങ്ങ് അത് ഏതാണ്? അത് ദീപാരാധനയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നുകൂടി നോക്കാം. പഞ്ചോപചാര പൂജയിൽ ഭൂമിയുടെ പ്രതീകമായി സമർപ്പിക്കുന്നത് ചന്ദനമാണ്. പൂജയിൽ ജലത്തിൻ്റെ പ്രതീകമായിട്ട് സമർപ്പിക്കുന്ന ഏതാണത്? നിവേദ്യമാണ്. പൂജയിൽ പഞ്ചഭൂതാത്മകമായ അഗ്നിയുടെ പ്രതീകമായി സമർപ്പിക്കുന്നത്, അഗ്നിയുടെ പ്രതീകം ഏതാണത്? ദീപമാണ്. പൂജയിൽ പഞ്ചഭൂതാത്മകമായ പ്രതീകമായി നമ്മുടെ വായുവിൻ്റെ പ്രതീകമായിട്ട് സമർപ്പിക്കുന്ന ഏതാണ്? അത് ധൂപമാണ്. സന്ധ്യാസമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണർവ് നൽകുന്ന ക്ഷേത്ര ചടങ്ങ് ഏതാണ്ടാ? അത് ദീപാരാധനയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു സെറ്റ് ചോദ്യം കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ നോർമലി നമ്മുടെ ചോദ്യം നോക്കണമെന്ന് പറഞ്ഞ് വന്നതല്ല, പിന്നെ ആ ഒരു ഫ്ലോയിൽ വന്നപ്പോൾ പിന്നെ ചോദ്യം കണ്ടപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ പറഞ്ഞെങ്കിൽ പോകും. അടുത്ത്, പഞ്ചോപചാര മുദ്രകൾ ഏതെല്ലാം? പഞ്ചോപചാര മുദ്രകൾ ഏതെല്ലാമാണ്? ഗന്ധമുദ്ര, പുഷ്പമുദ്ര, ധൂപമുദ്ര, ദീപമുദ്ര, അമൃത മുദ്ര. അപ്പോൾ പഞ്ചോപചാര മുദ്രകളുണ്ട്. അതിൽ ഗന്ധമുദ്ര, പുഷ്പമുദ്ര, ധൂപമുദ്ര, ദീപമുദ്ര, അമൃത മുദ്ര. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം വരുന്നു എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് എത്താതെ ആരും നിർത്തരുത്. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കറക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്കതിൽ വേണം എന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നായാലും നമുക്കത് കിട്ടും. നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങൾ ചോദിക്കുക എന്താണ്, ഞാനത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സ്, പിന്നെന്താണ്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ആ ഒരു ടൈം കീപ്പ് ചെയ്യുക. ടൈപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ ഒന്നും നിർത്തരുത്. എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനൊരു ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അത് നിർത്താവൂ. ഓക്കെ. അടുത്ത്, പഞ്ചോപചാര മുദ്രകൾ ഏതെല്ലാമാണ്? ഗന്ധമുദ്ര, പുഷ്പമുദ്ര, ധൂപമുദ്ര, ദീപമുദ്ര, അമൃത മുദ്ര. അടുത്ത്, നാഗവും ഗണപതിയും തമ്മിലുള്ള ബന്ധം. നാഗവും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗണപതിയുടെ അരഞ്ഞാണമാണ് ആര്? നമ്മുടെ നാഗമെന്ന് പറയുന്നത്. അപ്പോൾ നാഗവും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗണപതിയുടെ അരഞ്ഞാണമാണെന്ത്? നമ്മുടെ നാഗമെന്ന് പറയുന്നത്. സർപ്പം ഏതു പേരിലാണ് ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത്? അപ്പോൾ നമ്മുടെ
സർപ്പം ഏതു പേരിലാണ് ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത്? ഏത് പേരിലാണ്? ഉദരബന്ധനം എന്ന പേരിലാണ്. അപ്പോൾ നമ്മുടെ സർപ്പം ഏതു പേരിലാണ് ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത്? ഏത് പേരിലാണ്ടാ? ഉദരബന്ധനം എന്ന പേരിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത്, മഹാവിഷ്ണുവും സർപ്പവുമായുള്ള ബന്ധമെന്ത്? നമ്മുടെ മഹാവിഷ്ണുവും സർപ്പവുമായിട്ടുള്ള ബന്ധം എന്ത് ബന്ധമാണ്? അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത്. എല്ലാവർക്കും അറിയാം നമ്മുടെ മഹാവിഷ്ണുവും സർപ്പവുമായിട്ടുള്ള ബന്ധം എന്താണ്? അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മഹാവിഷ്ണു ശയിക്കുന്നത്. ആ ഒരു ഫോട്ടോയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാമെന്നുള്ളതാണ്. അടുത്ത ചോദ്യം നമുക്ക് പരിചിതമാണ്. ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്? ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം, സർപ്പത്തെ ശിവൻ ആഭരണമായി ധരിക്കുന്നു. അപ്പോൾ ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്? സർപ്പത്തെ ശിവൻ എന്ത് ചെയ്യുന്നു? ആഭരണമായി ധരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. പഞ്ചോപചാര മുദ്രകൾ ഏതെല്ലാമാണ്? ഗന്ധമുദ്ര, പുഷ്പമുദ്ര, ധൂപമുദ്ര, ദീപമുദ്ര, അമൃത മുദ്ര. നാഗവും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗണപതിയുടെ അരഞ്ഞാണമാണ് നാഗം. അടുത്ത്, സർപ്പം ഏത് പേരിലാണ് ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത്? ഉദരബന്ധനം എന്ന പേരിലാണ്. മഹാവിഷ്ണുവും സർപ്പവുമായിട്ടുള്ള ബന്ധം എന്താണ്? അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത്. ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്ടാ? സർപ്പത്തെ ശിവൻ ആഭരണമായി ധരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യുക. നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ട് വച്ചേക്കുക. ഇടയ്ക്കൊരു എക്സാമിന് അത് ഞാൻ എടുത്തപ്പോൾ എങ്ങനെയോ അതിൻ്റെ അകത്ത് ആ ഒരു ചോദ്യം ആയിപ്പോയതാണ്. അപ്പോൾ ആ ഒരു ചോദ്യം നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുമെന്ന് വിചാരിച്ചൊന്നും അല്ല ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയോ ആ വീഡിയോയിൽ അത് വന്നതാണ്. പക്ഷേ ആ ഒരു ചോദ്യം അതേപോലെ നമ്മുടെ ഫയർമാനാണെന്ന് തോന്നുന്നു, ഫയർമാനാണ്. അപ്പോൾ അത് ആ എക്സാമിനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കണ്ടുപോവുക. നമ്മുടെ കണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക. ഒരു നമ്മുടെ കറണ്ട് അഫേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വീഡിയോ, നിങ്ങളൊരു ഏത് കറണ്ട് അഫേഴ്സ് ആയാലും കാണുമ്പോൾ നമ്മുടെ ആ ഒരു ഉത്തരം ഉണ്ടല്ലോ, ഒരു പേപ്പറിൽ ഉത്തരം എഴുതി വയ്ക്കുക. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ആ ഉത്തരം നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു ചോദ്യം എല്ലാം കൂടെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ഉത്തരം നിങ്ങൾ എഴുതി വയ്ക്കുക. ചോദ്യം എഴുതുന്ന നിങ്ങൾക്ക് സമയമാവുമല്ലോ, അപ്പോൾ ഉത്തരം എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞതെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞാൽ ചുമ്മാ സമയം കളയരുത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.